ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല. ആണോ? ഓക്കെ. അത് ഞാനൊക്കെ പിന്നെ എടുക്കും. കുറച്ച് പേര് കുറച്ച് ആടിന്റെ പെണ്ണിന്റെയൊക്കെ എടുത്ത് വെച്ചിട്ട് വീഡിയോസ് കുറച്ചാക്കി എന്ന് വെച്ചിട്ട് അത് വേറെ നിങ്ങളൊക്കെ വന്ന് എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഇടുന്നു എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല ഞാൻ. നമസ്കാരം. സിന്ധു കൃഷ്ണ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ്. അപ്പം ഇപ്പോൾ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട്. അതും മറ്റൊന്നുമല്ല, ഞാൻ ആരെയും പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെ നെഗറ്റീവ് പറഞ്ഞിട്ടോ ഒന്നും അല്ല ഞാൻ വീഡിയോ ചെയ്തായിരുന്നത്. ഞാനാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് അവരവരുടെ ഇഷ്ടമാണ്. അവർക്ക് എപ്പോൾ വീഡിയോ ഇടണം തോന്നുന്നു അപ്പോൾ ഇടുക. അത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നിങ്ങൾക്ക് എപ്പോൾ വീഡിയോ ഇടാൻ തോന്നുന്നു അപ്പോഴേ നിങ്ങൾ ഇട്ടാൽ മതി. അതൊന്നും ആരും ചോദിക്കുന്നില്ല. പക്ഷെ വന്ന ഉടനെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെന്തോ വലിയ മോശക്കാരാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട്, എന്താന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ, റിയാക്ഷൻ വീഡിയോസുകാരെന്തോ വലിയൊരു പാതകം ചെയ്തതുപോലെ, എന്താ വലിയ കൊലപാതകമൊക്കെ ചെയ്തിട്ടിരിക്കുന്ന പോലെയാണ് ഈ റിയാക്ഷൻ വീഡിയോസ് കാരണം നെഞ്ചത്തോട് ബാക്കിയുള്ളവർ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടിക്കാൻ കിട്ടിയ ഒരു വടിയാണല്ലോ, എന്നാ പിന്നെ അത് വെച്ചങ്ങ് പിടിച്ചേക്കാന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ റിയാക്ഷൻ വീഡിയോസുകാരാണല്ലോ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെളിയിലിട്ട് അലക്കുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ അലക്കാനുള്ള സാഹചര്യം ഇവർ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന 24 മണിക്കൂർ നടക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ അങ്ങോട്ട് പോയി, ഞങ്ങൾ അത് വാങ്ങിച്ചു, ഞങ്ങൾ ഇത് വാങ്ങിച്ചു, ഞങ്ങൾക്ക് ഇത്രയും കുട്ടിയായി, ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഇത്ര വയസ്സായി, ഞങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്, ഞങ്ങളുടെ വീട്ടിലെ അനിയൻ ഇതാണ്, ചേട്ടൻ ഇതാണ്, ചേട്ടത്തി ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തവും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന ആരാണ്? ഈ ഫാമിലി വ്ളോഗേഴ്സ്. ഈ ഫാമിലി വ്ളോഗേഴ്സിനാണ് റിയാക്ഷൻ വീഡിയോസിനെ കാണുമ്പോൾ കുറച്ച് ആനക്കം കൂടുതലാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ഫാമിലി വ്ളോഗേഴ്സിൽ നല്ല ഹിറ്റായി നിൽക്കുന്നവരുണ്ട്. അവര് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് അവർ പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് എടുത്ത് അത് റിയാക്ട് ചെയ്യും. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ മുന്നേ പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നാണ് പറയുന്നത്. ഇത് ഒരു ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്തോട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ടങ്ങിടും. ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്നാണ് ഇതിന്റെ പേര്, സോഷ്യൽ മീഡിയ. ഓക്കെ, അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ അവിടെ നൂറുകണക്കിന് ആൾക്കാർ കമന്റ് ഇടും, അവരുടെ അഭിപ്രായങ്ങൾ പറയും, ഇതെല്ലാം ചെയ്യും. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റത്തില്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ പോകരുത്. അപ്പൊ അതിനെ എടുത്ത് റിയാക്ഷൻ വീഡിയോസുകാർ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ റിയാക്ഷൻ വീഡിയോസുകാർ നെഞ്ചത്തോട്ടാണ് എല്ലാവരുടെയും കയറ്റം. പക്ഷെ ഇതെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റിയാക്ഷൻ വീഡിയോസുകാര് എല്ലാം ഇപ്പൊ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ ആ ടൈമിനനുസരിച്ചാണ് ഞാൻ ചെയ്യാറ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതൊരു പ്രൊഫഷണലായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പൊ അതിൽ കുറച്ച് പേര് വൾഗറായിട്ട് സംസാരിക്കുന്നവരും അത് അവരുടെ അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അവർ 1, 2, 3 പേരെ കണ്ടിട്ട് അല്ലെങ്കിൽ 4, 5 പേരെ കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാ റിയാക്ഷൻ വീഡിയോസുകാരും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നത് എന്ത് ന്യായമാണുള്ളത്? ഒരാൾ ചെയ്യുന്ന തെറ്റിനാണെങ്കിലും ബാക്കി എല്ലാവരും ഏറ്റെടുത്തോണം. അതെന്താണ് ആ രീതി? നിങ്ങളെ വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തെളിവില്ലാതെ സോഷ്യൽ മീഡിയയിൽ വരാത്ത ഒരു ഇഷ്യൂവിൽ കയറി സംസാരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം അത് ശരിയല്ല എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യും. അങ്ങനെ കുറെ പേര് റിയാക്ട് ചെയ്തതിൽ ചിലപ്പോൾ വൾഗറായിട്ട് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. അവരെ കണ്ടോണ്ട് ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? അതുപോലെ മിസ്ലീഡിംഗ് തമ്പനയിൽ ഇടുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ വൾഗാരിറ്റി ഉണ്ടാക്കിയിടുന്ന ആൾക്കാർ കുറെ പേരുണ്ട്, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ആ വീഡിയോക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. മിസ്ലീഡിംഗ് തമ്പനയിലിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. അത് ഒരു തെറ്റ് ഒരാൾ ചെയ്യുന്നത് പറഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും. ഞാൻ പറയാം, ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടാണ് സംഭവം ഓടിപ്പോക്ക്, അതുപോലെ തന്നെ പല കാര്യങ്ങളും അവർ വീട്ടിൽ നടക്കുന്നത്. അത് ഒരാൾ ചെയ്യുന്നതാണ്. അത് നമ്മൾ എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനെയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഒരാൾ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ 2 പേര് ചെയ്യുന്ന തെറ്റ് എന്ന് ബാക്കിയുള്ളവരെ എല്ലാവരെയും ബാധിക്കും. വീഡിയോസ് കുറച്ചാക്കി എന്ന് വെച്ചിട്ട് അത് വേറെ നിങ്ങളൊക്കെ വന്ന് എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഇടുന്നു എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല ഞാൻ നമ്പർ ഓഫ് വീഡിയോസ് കുറച്ച്. ശരിക്കും പേഴ്സണലി എനിക്ക് അത്യാവശ്യം ശരിക്കും ബിസി ആയിരുന്നതുകൊണ്ടും ഇടയ്ക്ക് കുറച്ചാൾ സുഖമില്ലായിരുന്നതുകൊണ്ടും ഇടയ്ക്ക് കുറച്ച് ട്രാവൽ ചെയ്തിരുന്നത് കൊണ്ടും ഒക്കെയാണ്. ഇടയ്ക്ക് ട്രാവൽ ചെയ്തൊക്കെ ചെയ്തായിരുന്നു. കുറച്ച് ദിവസം എയറിലൊക്കെ ആയിരുന്നു. ഇവര് മൊത്തത്തിൽ എയറിലായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് കാരണക്കാരാണ്? ഈ പറഞ്ഞ റിയാക്ഷൻ വീഡിയോസുകാരാണോ? ഇവരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവര് തന്നെ കൊണ്ടുവന്ന് സെക്ഷനായിട്ട് കൊണ്ടുവന്ന് യൂട്യൂബിലോട്ടും ഫേസ്ബുക്കിലോട്ടും അതുപോലെ സോഷ്യൽ മീഡിയയിലോട്ടും അങ്ങ് താങ്ങിയിടുക. അത് താങ്ങിയിട്ട് കഴിഞ്ഞാൽ അതിനെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നവർ തെറ്റുകാർ.
ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇപ്പം ഒരാളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യം ആ പുള്ളി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാതെ ഇത് ആരെങ്കിലും അറിയുമോ? അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ വലിയ ന്യൂസ് ചാനലുകാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനെന്താണ് ആരും ഒന്നും പറയാത്തത്? അവര് ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ട് 7 മണിക്കും 8 മണിക്കും 10 മണിക്കൊക്കെ ഡിബേറ്റ് വയ്ക്കുന്നുണ്ടല്ലോ. അതിനകത്ത് ഈ പബ്ലിക് ഫിഗറിലായ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ടല്ലോ. അത് നോക്കുമ്പോഴത്തേക്ക് അത് മെയിൻ സ്ട്രീം ചാനൽ, അവർക്ക് നോ പ്രോബ്ലം. പക്ഷെ അതൊക്കെ എടുത്തു വെച്ച് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് അതിനെപ്പറ്റി ആ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേടുകെട്ടവര്. അതെന്താണ് രണ്ട് നിയമം? അപ്പം ചാനലുകാർക്കൊന്നും പ്രശ്നമില്ല. എന്നുവെച്ചാൽ അവര് അത് പറയുന്ന അവർക്ക് എതിർക്കാൻ പോയ വിവരം അറിയും. അതുകൊണ്ടാണ്. തിരിച്ച് റിയാക്ഷൻ വീഡിയോസുകാര് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്ളോഗേഴ്സിനെ ഇഷ്ടപ്പെടുന്നവര്, അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ പലർക്കും പല രീതിയിൽ ഫാൻസ് ഉണ്ട്. അപ്പം അവരെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അവരുടെ തെറ്റുകൾ തെറ്റാണെന്നും ശരിയാണെന്നും പറയാറുണ്ട്. അപ്പൊ ഈ തെറ്റിനെ കാണുമ്പോൾ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കത്തില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അങ്ങനെ സ്വാതന്ത്ര്യം ഉള്ളവര് എന്തിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് അവരുടെ ജീവിത ശൈലികളും ജീവിത രീതികളും ഇടണം. സെലിബ്രിറ്റീസ് ഇവിടെ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്. അവരിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്തതിനെ നമ്മൾ മാന്യമായ രീതിയിൽ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാറുണ്ട്. തെളിവില്ലാത്ത എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് ആരാണ് ഇവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ആ ക്ലിപ്പിംഗ്സിൽ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ചെറിയ ക്ലിപ്പിംഗ് ആയി കൊണ്ടുവന്ന് എടുത്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതിന് കാരണം എന്താണ്? അവർക്ക് അതിനെപ്പറ്റി മൊത്തത്തിൽ അത് പഠിച്ചതിന് ശേഷമാണ് അവർ കൊണ്ടിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. റിയാക്ഷൻ വീഡിയോസുകാർ നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ അങ്ങ് തീർത്ത് കളയാം എന്നൊരു മോഹമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാതെയാണ്. പല റിയാക്ഷൻ വീഡിയോസുകാരും സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങളാണ് എടുത്ത് സംസാരിക്കുന്നത്. അതിൽ അവരുടെ ഒപ്പീനിയനാണ് അവിടെ പറയുന്നത്. വൾഗറായിട്ട് പറയുന്നവരെ ഞാൻ പറഞ്ഞല്ലോ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ മാന്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരും എന്തോ വലിയ പ്രശ്നക്കാരാണെന്നുള്ള രീതിയിലാണ് ഈ റിയാക്ഷൻ വീഡിയോസുകാരെ മൊത്തമായി ആക്ഷേപിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന പോലെ നമ്മുടെ ലൈഫിന്റെ എല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കാറൊന്നുമില്ല. നമ്മളെ കാണിക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർ അവർ കാത്തിരിക്കുമായിരിക്കും. കുറെ ദിവസം ആയല്ലോ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ, വീഡിയോ ഇടുമ്പോഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോസിനോട് താല്പര്യമുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഫുൾ വീഡിയോസ് കണ്ടില്ലെങ്കിലും നമ്മളോട് താല്പര്യമില്ലാത്ത ധാരാളം പേര് ഞങ്ങളുടെയൊക്കെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കുത്തും കോമയും ഒന്നും ഇടാതെ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു ഇതിൽ നിന്ന് ഏത് പോർഷൻ കട്ട് ചെയ്തെടുക്കാം, ട്രോളാക്കാൻ പറ്റുന്ന എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കാണുന്ന ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ എന്റെ ഇത് അങ്ങനെ എത്ര പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ട്രോളുകാർക്ക് വരെ ഉണ്ട്. ട്രോൾ ഇടുന്നവർക്ക്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. ഞങ്ങളൊരു വീഡിയോ ഇടുമ്പോൾ ഇവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്, അതിനകത്ത് എന്ത് പറയുന്നു, വിഡ്ഢിത്തരം വല്ല വിളിച്ചു പറയുന്നുണ്ടോ എന്നുള്ളതായിരിക്കാം. വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞാൽ അത് വിഡ്ഢിത്തരാണെന്നാണെന്ന് നമ്മൾ പറയും. വിഡ്ഢിത്തരമാണോ? അത് വിഡ്ഢിത്തരം തന്നെയാണെന്ന് പറയും. അത് ഒരു മാറ്റവും ഇല്ല, അത് ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇരുന്ന് കണ്ട് അവർ കട്ട് ചെയ്തെടുത്തോണ്ട് വരുവാണെന്ന്. നിങ്ങളുടെയൊക്കെ വീഡിയോയുടെ താഴോട്ടുള്ള കമന്റുകളോ നിങ്ങൾ നോക്കണം. പിന്നെ ഈ പറഞ്ഞ പേർലിമാണിയെ പോലെയുള്ളവർ കമന്റ് അവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും പറയാനില്ല. അപ്പം ഈ താഴോട്ട് വരുന്ന കമന്റുകളൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കമന്റുകളിൽ തന്നെ എതിർപ്പുള്ളവർ, നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഭാഗത്തിൽ എതിർപ്പുള്ളവർ അവിടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നിങ്ങളെ പോലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കത്തില്ലെന്ന് പറയത്തില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് നോക്കിയിരിക്കുകയൊന്നുമല്ല. ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് കണ്ടന്റിന് ക്ഷാമമൊന്നുമില്ല, ഇഷ്ടം പോലെ കണ്ടന്റ് കിട്ടും. ആ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നതിന്റെ ഇടയിലായിരിക്കും നിങ്ങൾ ഇതും കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവും കൊണ്ടുവരുന്നത്. ആ ഇന്റർവ്യൂ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. അത് എല്ലാ റിയാക്ഷൻ വീഡിയോസുകാർ ഇതാ ചെയ്യുന്നത്. അത് മാന്യമായ രീതിയിൽ റിയാക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് വൾഗറായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ഒന്നുമല്ല. മാന്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെയും കൂടി മോശക്കാരാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത്. റിയാക്ഷൻ വീഡിയോസുകാരെല്ലാം മോശക്കാരാണെന്നുള്ള രീതിയിൽ. 1-2 പേരെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എല്ലാരെയും ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സ്, ഇങ്ങനെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാരും പരിശുദ്ധരാണോ? ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ കണ്ടില്ലേ പല കേസ് കെട്ടുകളും. അപ്പൊ അത് നിങ്ങളെയും ബാധിക്കുമെന്നുള്ളതാണോ? അപ്പൊ അവര് ചെയ്ത തെറ്റ് നിങ്ങളുടെ അതിലോട്ട് എന്താണ് ആരും പറയുന്നില്ലല്ലോ. നിങ്ങൾ ഈ ഫാമിലി വ്ളോഗുകാരെ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നില്ലല്ലോ. ആ പർട്ടിക്കുലർ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ ഈ തെറ്റുകൾ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കുറ്റക്കാരാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം 3 മിനിറ്റ് 5 മിനിറ്റിൽ കൂടുതൽ അവർ വീഡിയോ ഇടത്തില്ല. പക്ഷെ ഒലിച്ച് ഉപ്പ് തടവുന്നുണ്ട് ഓരോരുത്തരെ. അത് വിഷയമല്ല. അവിടെ ഓരോരുത്തരെ 3 മിനിറ്റിലൊക്കെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്. അവിടെ ഒന്നും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. പക്ഷേ യൂട്യൂബിലെ റിയാക്ഷൻ വീഡിയോസുകാർ ചെയ്താൽ അത് വലിയൊരു പ്രശ്നം.
ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. യൂട്യൂബിനേക്കാൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഫേസ്ബുക്കിലാണ്. ഇൻസ്റ്റാഗ്രാം പിന്നെയും കുറവാ. ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അവിടെയാണ് കൊണ്ടിട്ട് അലക്കുന്നത്. 3 മിനിറ്റ് 5 മിനിറ്റ് വീഡിയോ ചെയ്തിട്ട് അലക്കി തകർത്ത് കളയുന്നത് ഓരോരുത്തരെയും. അതൊന്നും ചോദിക്കാൻ ആരുമില്ല. പക്ഷെ യൂട്യൂബിലാണ് വിഷയം. എനിക്ക് ആരെങ്കിലും എവിടെയെങ്കിലും 4 തമ്പനയിൽ ഇടും, അത് പറഞ്ഞിട്ട് മറ്റുള്ള റിയാക്ഷൻ വീഡിയോസുകാർ എന്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടന്റ് എടുത്തിട്ട് ചെയ്യും, അത് അവർ അതിനകത്ത് എന്തെങ്കിലും വേറെ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ റിയാക്ഷൻ വീഡിയോസുകാരും അങ്ങനെയാണ് എന്ന് എന്തിനാണ് ഈ പ്രചരിപ്പിക്കുന്നത്? അപ്പൊ കിട്ടിയ അവസരം അതിനകത്ത് അങ്ങ് അടിക്കാം. അത് അടി നല്ല സുഖമാണല്ലോ. പക്ഷെ അങ്ങനൊന്നും പറഞ്ഞ് പിന്മാറുന്ന ആൾക്കാരല്ല ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ. അത് വേറെ കാര്യം. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് എന്നിട്ട് അതെടുത്ത് അത് കൊണ്ടിട്ടിട്ട് അവരുടനെ റിയാക്ഷൻ വീഡിയോ, സിന്ധു കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, നമ്മൾ പറഞ്ഞതോ പറയാത്തതൊക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ടൊരു ടൈറ്റിൽ ഉണ്ടാക്കി, വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ടൈറ്റിൽ ഉണ്ടാക്കി. എനിക്ക് ഈ ഓവർ അട്രാക്റ്റീവ് ടൈറ്റിലിനോട് തന്നെ എനിക്കൊരു മാതിരി വെറുപ്പ്. അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാത്തിനും ഇടും ഹോം ബ്ലോഗ്. അതിനകത്ത് ഒരു ബോംബ് പൊട്ടലും ചീറ്റലും ഒന്നും കാണത്തില്ല. കുറെ ഓവർ അട്രാക്റ്റീവ് തമ്മിലിൽ എനിക്ക് ഇഷ്ടമല്ലെന്ന്. ചേച്ചിയുടെ ഇഷ്ടത്തിന് ഇവിടെ ഞങ്ങൾക്ക് തമ്മിൽ ഇടാൻ പറ്റുമോ? ഞാൻ പറയും മിസ്ലീഡിങ് തമ്മിലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് നല്ല തമ്മിലേൽ ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല അട്രാക്റ്റീവ് ആവുന്ന തമ്മിലൊക്കെ നമ്മൾ ഇടും. അങ്ങനെ അട്രാക്റ്റീവ് തമ്മിലേൽ കണ്ടു കയറുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞത് മിസ്ലീഡിങ്, ഞാൻ പിന്നെയും എടുത്തു പറയുന്നു, മിസ്ലീഡിങ് തമ്മിലേലിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. മിസ്ലീഡിങ് തമ്മിലേലിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ടും ചെയ്യുന്നില്ല. അപ്പം ഇനിയിപ്പോ ഈ ചേച്ചി പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മള് ഇങ്ങനെയുള്ള വീഡിയോസ് വേണം ഇടാൻ. ഞാൻ കാണിച്ചു തരാം. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഞാൻ കുളിക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ ഹൻസുവിനോട് രാത്രി ഒത്തിരി ലേറ്റ് ആയി, ഓൾമോസ്റ്റ് 11 കഴിഞ്ഞു തോന്നുന്നു. മുട്ട എന്നെ കഴിച്ചില്ല, മുട്ട കഴിക്കാൻ കൊതിയാവുന്നു, മുട്ട ആക്കി തരാമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഹൻസു അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു ക്ലോസ് ചെയ്തു, ഇനി പറ്റത്തില്ല. അവള് പക്ഷെ പാവം പോലെ നോക്കി. അങ്ങനെ ഞാനൊന്ന് കയറി പാവത്തിന് ഒരു ബുൾസൈ ആക്കി കൊടുക്കാം. 3 മുട്ട വെച്ചിട്ട് ബുൾസൈ. ഞാൻ പറയില്ല, ഞാൻ ഇന്ന് കടയിൽ നിന്ന് ഒരു മുട്ട വാങ്ങിച്ചില്ലേ, നല്ല ഡാർക്ക് മുട്ടയും ബുൾസയും വീട്ടില് അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നു, ഇതൊക്കെ ഇടാം, കുഴപ്പമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതാണോ ഇപ്പൊ എല്ലാവരും ചെയ്യണമെന്നാണ് പറയുന്നത്? എല്ലാവരും ഫാമിലി വ്ളോഗേഴ്സ് ആയേക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മുട്ട പൊട്ടിക്കുന്നതും തേങ്ങ പൊട്ടിക്കുന്നതും തേങ്ങ തിരുമുന്നതും, അല്ലെങ്കിൽ എന്റെ മക്കൾ എന്നോട് ഇത് പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നോട് ഇന്നതുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ രാത്രി വന്നിട്ട് ഞാൻ മുട്ട പൊട്ടിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ മുട്ട ഉണ്ടാക്കാൻ പോവുകയാണ്, ദോശ ഇടാൻ പോവുകയാണ്. ഇതൊക്കെ എത്രയെന്ന് വെച്ചാൽ ആൾക്കാർ കാണും. അപ്പം ഇതൊക്കെ ചെയ്താൽ മതി എന്നാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഈ റിയാക്ഷൻ വീഡിയോസുകാർക്ക് കണ്ടന്റ് കൊടുക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് കിടക്കുന്ന ഇതുപോലെ ഇപ്പൊ മുട്ടയുടെ കാര്യം, വീട്ടിൽ വന്നു എന്നോട് ഇങ്ങനെ മുട്ട ചോദിച്ചു, ഞാൻ മുട്ട കൊണ്ടുപോയി കൊടുക്കുന്നു, ഇതൊന്നും ഒരു തെറ്റൊന്നും അല്ല. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളും ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ, വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇതേപോലുള്ള വിഷയങ്ങളും നിങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്ത് താഴ്ത്തു നോക്കുക. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. മിക്ക റിയാക്ഷൻ വീഡിയോസുകാർ എടുത്തു ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടാൽ മതി. എന്ന് വെച്ചാൽ ഇവർ തന്നെയാണ് ഇവരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നത്. എന്നിട്ട് അതിനെടുത്ത് റിയാക്ട് ചെയ്ത് നിങ്ങൾ ചെയ്തത് ശരിയാണോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതായത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസുകാർ പ്രശ്നക്കാരാണ്. ഇങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് കണ്ടന്റ് വേണമല്ലോ. ഇപ്പൊ സത്യത്തിൽ റിയാക്ഷൻ വീഡിയോസുകാർക്ക് കണ്ടന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടന്റ് ഇല്ലാത്തവരൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോസുകാരെയാ. എന്ന് വെച്ചാൽ അവരങ്ങനെ പറഞ്ഞത് ശരിയല്ല, അവരിങ്ങനെ പറഞ്ഞത് ശരിയല്ല. ശരിയാണ്, നിങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. അപ്പൊ നിങ്ങൾക്കും പ്രതികരിക്കാം, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പൊ അത് പ്രതികരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതെടുത്ത് വെച്ചിട്ട് നമ്മളെ മറുപടി പറയും. അതുപോലെ ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങളും എടുത്ത് വെച്ച് മറുപടി പറയും. അങ്ങനെ പറയുമ്പോഴും നിങ്ങൾ നൈസായിട്ട് സ്കൂട്ടാവുകയും റിയാക്ഷൻ വീഡിയോസുകാരാണ് പ്രശ്നക്കാരെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സംഘം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. റിയാക്ഷൻ വീഡിയോസുകാരെ 1-2 പേര് എവിടെയെങ്കിലും തെറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ കാണരുത്. എല്ലാവരും ഒരുപോലെ ഒന്നും അല്ല. മാന്യമായി റിയാക്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട് യൂട്യൂബിൽ. നിങ്ങൾ എന്താണ് അതൊന്നും പറയാത്തത്? അല്ലാതെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ എല്ലാം കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ എന്തിനാണ് സംസാരിക്കുന്നത്? എവിടെയെങ്കിലും 1-2 പേര് ചെയ്യുന്ന കുറ്റത്തിന് ബാക്കിയുള്ളവരെല്ലാം കുറ്റക്കാരാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത്? അത് ഏത് വിഷയവും ആയിക്കോട്ടെ. ഇത് സോഷ്യൽ മീഡിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, 10,000-കണക്കിന് ആൾക്കാരുണ്ട്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാവരും ഉണ്ട്. പബ്ലിക് ഫിഗേഴ്സ് ഉണ്ട് ഒരുപാട്. ആ പബ്ലിക് ഫിഗേഴ്സിന്റെ ഭാഗത്ത് നിന്നും അവരെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ചൂണ്ടിക്കാട്ടി ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അവരുടെ ഫാൻസുകാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ കമ്പും മടിയുമായിട്ട് അങ്ങ് ഇറക്കുമല്ലയോ, ഇപ്പൊ തകർത്ത് കളയുമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. റിയാക്ഷൻ വീഡിയോസുകാർ നെഞ്ചത്ത് കയറുന്നവർ കയറിക്കൊണ്ടേയിരിക്കും. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.